ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന് വഴിപ്പെടുക എന്നത് അവന്റെ അടിമയ്ക്ക് നിർബന്ധമാണ്. മനുഷ്യൻ അല്ലാത്ത ജീവജാലങ്ങളും അല്ലാഹുവിന്റെ വഴിപ്പാടിൽ നിരതരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശേഷ ബുദ്ധി കൊണ്ട് അല്ലാഹു മനുഷ്യനെ അനുഗ്രഹിച്ചത്, വിശേഷ ബുദ്ധി കൊണ്ട് മനുഷ്യനെ അല്ലാഹു പ്രത്യേകമാക്കിയത് അവനിൽ നിന്നും ഒരു വഴിപ്പാട് നിർബന്ധം ആക്കാൻ വേണ്ടി തന്നെയാണ്. മറ്റുതര ജീവികളും അനിഷേധ്യമായി അല്ലാഹുവിന് വഴിപ്പെടുന്നു എങ്കിൽ മനുഷ്യൻ എത്ര കണ്ട് താല്പര്യപൂർവവും ഗൗരവകരമായ ചിന്തയിലും അല്ലാഹുവിനോടുള്ള വഴിപ്പാടിൽ നിരതനാകണം എന്നത് നാം ഓരോരുത്തരും ആലോചിക്കണം. ഈ പ്രപഞ്ചത്തിൽ നാം അറിയാത്ത, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ധാരാളം യാഥാർത്ഥ്യങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വിവേകം മനുഷ്യരല്ലാത്തവരിൽ പോലും പലപ്പോഴും കാണപ്പെടുന്നുണ്ട്. അല്ലാഹുവിനെ ഈ ഭൂമിയിൽ നാം കാണുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നാം അറിഞ്ഞിട്ടുള്ള മനുഷ്യനല്ലാത്ത പലതും വഴിപ്പെടുന്നതിനെ കുറിച്ച് ഖുർആൻ വിളിച്ചു പറഞ്ഞ ഒരു വലിയ സത്യമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വരും അല്ലാഹുവിന് വഴിപ്പെടുന്നുണ്ട്. പ്രത്യേകം പറഞ്ഞു, വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാൽ. സൂര്യനും ചന്ദ്രനും പർവ്വതങ്ങളും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും, വശജറു വദ്ദവാബ്, ചെടികൾ ചെറുതും വലുതുമൊക്കെ, വന്നജുമു വശജറു യസ്ജുദാൻ എന്ന് മറ്റൊരിടത്തിൽ കാണാം. ചെറിയ വള്ളിച്ചെടികളും വലിയ വൃക്ഷങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വദ്ദവാബ്, മറ്റു ജീവജാലങ്ങൾ, വകസീറും മിനൻ നാസ്, മനുഷ്യരിൽ കുറെ ആളുകളും. ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിനോടുള്ള വഴിപ്പാട് ഇവിടെ നിഷേധ്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ചെയ്യൽ പ്രത്യേകം നിർദ്ദേശിച്ച് അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുക. നമ്മെ നന്മയിലേക്ക് നയിക്കാൻ ഈ വിശേഷ ബുദ്ധിക്ക് അനുബന്ധമായി തന്നെ പ്രവാചക നിയോഗങ്ങളും വേദഗ്രന്ഥങ്ങളുടെ പിന്തുണയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എത്രമാത്രം ഒരു മനുഷ്യൻ അധപ്പതിക്കുമ്പോഴാ ഇതിൽ നിന്നും പിന്തിരിച്ചു വ്യതിചലിച്ചു പോവാ എന്നത് എന്റെ നഫ്സിനോടുള്ളൊരു ഉപദേശം പോലെ എന്നെ കേൾക്കുന്നവരോടും കൂടി ആലോചിക്കാനായി പറയാണ്. അപ്പോൾ അല്ലാഹുവിനെ വഴിപ്പെട്ടേ പറ്റൂ. അല്ലാഹുവിന്റെ വഴിപ്പാടുകളിലേക്ക് ചേക്കേറിയേ പറ്റൂ. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച് അതിലായി മരിക്കണം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യമായ കാര്യമാണെന്ന് നാം തീരുമാനിച്ചേ പറ്റൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, റബ്ബ് സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ അല്ലാഹുവിനോടുള്ള വഴിപ്പാട് ഒരു സ്നേഹത്തിലായിരിക്കണം. അല്ലാഹുവിനോടുള്ള വഴിപ്പാട് ഒരു ആത്മാർത്ഥതയിലും ആഗ്രഹത്തിലുമായിരിക്കണം. ആഗ്രഹിച്ച് ചെയ്യണം. അല്ലാഹുവിനോടുള്ള വഴിപ്പാടുകളിൽ ഭംഗം വരുമ്പോൾ ഖേദം തോന്നണം, സങ്കടം തോന്നണം. ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറൽ നിർബന്ധ. ഉറക്കം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ ആസ്വാദനാണ് ഉറക്കം. അതുകൊണ്ടാണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള വിളിയിൽ തന്നെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ഒരു വിളി അതിനോടൊപ്പം ചേർത്ത് തസ്വീബ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ബാങ്കുകളിൽ സുബഹിയുടെ ബാങ്കിന്റെ പ്രത്യേകതയാണ് ഉറങ്ങുന്നതിനേക്കാൾ ഖൈർ, നേട്ടങ്ങൾ ഏറെ നിസ്കരിക്കാൻ വരുമ്പോൾ എന്ന് ജമാഅത്തിന് വേണ്ടിയുള്ള ക്ഷണം പള്ളിയിൽ നിന്നും നടത്തപ്പെടുകയാണ്. നിസ്കരിക്കാൻ വേണ്ടിയുള്ള ആ ക്ഷണം ഹയ്യ അലസ് സ്വല ഉണ്ട് ആവാങ്കിൽ അത് മാറ്റിയിട്ടല്ല അസ്സലാത്തു ഖൈറും മിനൻ നൗം വന്നത്. നിസ്കാരം എന്ന പ്രയോഗം സുബഹി ബാങ്കിൽ രണ്ട് തരത്തിലാണ്.
ഹയ്യ അലസ്സല എന്ന പ്രയോഗവുമുണ്ട്, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന പ്രയോഗമുണ്ട്. ആസ്വാദനം ഉറക്കം ആയി പോവാണ്, അല്ലടോ നിസ്കാരാണ്. ഇപ്പോൾ നീ ആസ്വദിക്കുന്നതിനേക്കാളും നിനക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും ശാശ്വതമായി നിലനിൽക്കുന്നത് നിന്റെ ആ ഉറക്കത്തെ നീ അവിടെ മുറിക്ക, എന്നിട്ട് നിസ്കാരത്തിലേക്ക് കൂടാ. ഇതിനു വേണ്ടി ക്ഷണിക്കപ്പെടുന്നിടത്ത് ശരീരം ഉണരുന്നതിന്റെ ഒരുപടി മുമ്പേ മനസ്സ് ഉണർന്ന് ആഗ്രഹിച്ച് ആസ്വദിച്ചെത്താം. അങ്ങനൊരു വിഭാഗം ആളുകൾ ഭൂമിയിലുണ്ട്, അങ്ങനൊരു വിഭാഗം ഈ ഭൂമിയിലുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അവരെ എത്ര സ്തുതിച്ചാ പറഞ്ഞത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. സൂറത്ത് സജദയുടെ 16-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിയത്. അവർ കിടക്കുന്ന കിടപ്പറയിൽ നിന്നും തതജാഫാ ജുനൂബുഹും, പാർശ്വഭാഗങ്ങൾ തനിയെ അകന്നു പോകും. അത് യാന്ത്രികമായി സംഭവിക്കും. അലാറൻ വേണ്ട, അലാറൻ വേണ്ട. തതജാഫാ ജുനൂബുഹും, മറ്റൊരു പ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് തഫാഅല ബാബ് ഉപയോഗിക്കുക. അങ്ങനെയുണ്ട് അറബി വ്യാകരണം അങ്ങനെയാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ, കിടപ്പറയിൽ തന്റെ ശരീരമാ മെത്തയിൽ നിന്നും അകന്നു പോകും, തനിയാകലും. അതിനൊരു സമയമെന്ന തനിയാകലും. യദഊന റബ്ബഹും ഖൗഫ, അല്ലാഹനെ പേടിച്ചു. അതിന്റെ പേരില പേടി മാത്രമല്ല കേട്ടോ, പേടിച്ചരണ്ട് വെറുപ്പോടുകൂടെ ചെയ്യല്ല. അള്ളാഹുവിനോടുള്ള പേടിയുള്ളതിന്റെ കൂടെ കൊതിയുമുണ്ട്. റബ്ബിന്റെ സ്നേഹത്തോട് കൊതിയുണ്ട്, അള്ളാഹുവിന്റെ വാത്സല്യത്തോട്, അവന്റെ തൃപ്തിയോട് കൊതിയുണ്ട്. ഇങ്ങനെ എണീറ്റ് വന്നാലാണ് പേടിയുണ്ട്, കൊതിയും ഉണ്ട്, ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ച് ചെയ്തു. തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ചായി പറഞ്ഞത്. തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് ഈ ആയത്ത് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരാം. ഹബീബായ നബിയെ കുറിച്ച് പറഞ്ഞത് എന്താ? ഹൈസം ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ബുഖാരിയിൽ കാണാം ഹദീസ്. സ്വഹാബികൾ പ്രകീർത്തിച്ചു മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ മുമ്പൊരിക്കൽ പ്രകീർത്തിച്ച വചനങ്ങളെ ആ സദസ്സിൽ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹയുടെ അസാന്നിധ്യത്തിൽ സ്വഹാബികൾ പ്രകീർത്തിക്കുന്ന സദസ്സിൽ ഹബീബായ നബി ഇപ്പൊ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ അബൂ ഹുറൈറയാണ് റളിയല്ലാഹു അൻഹു. യഖുസ്സു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യദ്കുറു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇന്ന അഖാകും ലാ യഖൂലു റഫസ് യഅനി ബിഹി അബ്ദുല്ലാഹ് ഇബ്നു റവാഹ. പ്രിയപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹയുടെ അസാന്നിധ്യത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിക്കുന്ന സദസ്സിൽ മുമ്പൊരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ ഉദ്ധരിച്ചത് പറഞ്ഞതിനെ അബൂ ഹുറൈറ തങ്ങൾ വീണ്ടും എടുത്തു ഉദ്ധരിച്ചു. നബിയെ പ്രകീർത്തിക്കുന്നോടത്ത് സ്വഹാബി പ്രകീർത്തിക്കാൻ കൊണ്ടുവന്ന ആ ഉദ്ധരണി ഉണ്ടല്ലോ, ഒരു കവിതാശകലം. അതിലിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി إذا استثقالت بالمشركين المضاجع صلى الله على محمد صلى الله عليه وسلم. ഉറക്കത്തിൽ നിന്നും ആ രാവ് എങ്ങനെയായിരുന്നു മദീനയിൽ മുഹമ്മദ് നബിയുടെ കുടുംബത്തിലെ ആ രാത്രി? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് അമ്പരന്ന് പോയ അത്ഭുതപ്പെട്ട രാവുകളായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാവും കാഴ്ചവെച്ചത്. അങ്ങനെയാ, വഴിപാടുകളുടെ ആഘോഷങ്ങളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ ശരീരത്തിന്റെ ഭാരം കൊണ്ടും വലിപ്പം കൊണ്ടും അവർ കിടക്കുന്ന കട്ടിലുകൾ വീർപ്പുമുട്ടുമ്പോൾ മഹദിയായ ഹഫ്സയുടെ, മഹദിയായ ആയിഷയുടെ റളിയല്ലാഹു അൻഹുന്ന കിടപ്പറയിൽ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന പുതപ്പ് തട്ടി മാറ്റിയിട്ട് വന്ന്
അള്ളാഹുവിനെ വഴിപ്പെടുന്ന മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ആഗ്രഹമാണ് നിസ്കരിക്കാൻ വരണമെന്ന്. അങ്ങനെ വരുന്നോടത്ത് അള്ളാഹുവിന്റെ പൊരുത്തം ഇഷ്ടപ്പെട്ടു വരണം, ആഗ്രഹിച്ച് ചെയ്യണം. സ്വർഗത്തിലേക്ക് പറക്കുന്ന 3 വിഭാഗമുണ്ട്. ഹിസാബിന്റെ നേരത്ത് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന 3 വിഭാഗമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി, നമ്മൾ ഓതി വെച്ച സൂറത്ത് സജദയുടെ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നിടത്ത് ഇമാം തുബരി, ഇമാം ഖുർത്തുബി, അതുപോലെ തന്നെ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൽ ധാരാളം മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് പറയാം. عن ابن عباس رضي الله عنهما قال رسول الله ഹബീബായ നബി തങ്ങൾ പറയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടപ്പെടും. വനുഫിഖ ഫിസ്സൂൻ വനുഫിഖ ഫിസ്സൂരി ഫൈദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൂസിലൂൻ. ജനങ്ങളെ, സൃഷ്ടികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അന്നത്തെ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ജിന്നഹും വഇൻസഹും, ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, വൽ ഉമമു ജസിയ, മനുഷ്യര് വരുമ്പോൾ ചില സമൂഹങ്ങൾ മുട്ടുകാലിൽ ഇഴഞ്ഞു മുട്ടുകെട്ടിയ രീതിയിൽ വരും. സഫായി നിൽക്കും, പേടിച്ചരണ്ട, സഫായി നിൽക്കാം. ഫയുനാദി മുനാദ്, ആ നേരം ആ മഹ്ശറയിൽ വിളിച്ചു പറയും ഒരു മഹാനായ മലക്ക്, സതഅലമൂനൽ യൗമ മൻ അസ്ഹാബുൽ കറം. ഈ സദസ്സിൽ മാന്യന്മാരെ പ്രഖ്യാപിക്കാൻ പോവാ. ആരാണ് മാന്യന്മാർ എന്ന് ഈ സദസ്സിൽ പ്രഖ്യാപിക്കാൻ പോവാണിട്ടോ എന്നൊരു മലക്ക് വിളിച്ചു പറയും. അല്ലാഹു ആ മാന്യന്മാരിൽ ചേർക്കട്ടെ. 3 വിഭാഗം അവര്. മാന്യന്മാരാരാണെന്ന് പ്രഖ്യാപിക്കാൻ പോവാണേ, ശ്രദ്ധിക്കണേ. അസദസ്സിൽ മാന്യന്മാരെ പ്രഖ്യാപിക്കാൻ പോവാം. ഒന്നാമത്തെ വിഭാഗം ലിയഖുമിൽ ഹമ്മാദൂന ലില്ലാഹി അലാ കുല്ലി ഹാൽ. വേദന വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും അള്ളാഹുവിനെ സമാനമായി ഒരുപോലെ സ്തുതിച്ചവർ ഈ കൂട്ടത്തിലുണ്ടോ? എണീക്കൂ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പറക്കാം. ഫയഖൂമൂൻ ഫയസ്റഹൂന ഇലൽ ജന്ന. ഒന്നാമത്തെ വിഭാഗം അവരാ. സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും അള്ളാഹുവിനെ ഒരുപോലെ സ്തുതിച്ചവർ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ആരാണ് നബിയെ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കാ? സ്വഹാബിയുടെ ചോദ്യം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ആദ്യം സ്വർഗത്തിലേക്ക്? അവ്വൽ മൻ യുദ്ആ ഇലൽ ജന്ന. സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടുന്ന ആളുകള് ഈ വിഭാഗ. അതെന്നെ എപ്പോഴും പറഞ്ഞത്. മഹ്ശറയിൽ എല്ലാരും ഭയവിഹ്വലരായി സഫ് കെട്ടി നിൽക്കുമ്പോ ഒരു മലക്ക് വിളിച്ചു പറയും, ഏറ്റവും വലിയ മാന്യന്മാരെ പ്രഖ്യാപിക്കാൻ പോവാ. 3 വിഭാഗം അവര്. ഒന്നാമത്തെ വിഭാഗം മാന്യന്മാര്, കേട്ടോളൂ, സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും ഒരുപോലെ അല്ലാഹുവിനെ സ്തുതിച്ച് അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിച്ചവരിവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എണീക്കും. എണീക്കാൻ പറയും, അവരെണീക്കും. അവര് പറക്കും സ്വർഗത്തിലേക്ക്. സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്നവരവരാ. ആര്? സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും ഈ നാവിൽ അൽഹംദുലില്ലാഹ് എങ്ങനെ പതിവായിക്കൊള്ളണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സാധാരണ വർത്താനത്തിൽ കുറവല്ല. സാധാരണ വർത്താനത്തിൽ കൂട്ടണം, അത് പരമാവധി കൂട്ടണം. ഇബ്ലീസ് അകന്നകന്ന് പോവാ. ഓരോ പ്രാവശ്യവും ഈ അൽഹംദുലില്ലാഹ് എന്ന് ദിക്ർ ഒരു അടിമ പറയുമ്പോൾ ഇബ്ലീസ് അവനിൽ നിന്ന് അകന്നകന്ന് പോകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹ്. ആരാ നബിയെ സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടാം? അപ്പോഴാ പറഞ്ഞത്, അവ്വലു മൻ യുദ്ആ ഇലൽ ജന്ന. സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടുന്നത് അൽ ഹമ്മാദൂന ഫിസ്സറാഇ വദ്ദറാ. സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും അള്ളാഹുവിന് ഒരുപാട് സ്തുതി പറഞ്ഞവർ, അവരെ ആദ്യം വിളിക്കും. ഒന്നാമത്തെ വിഭാഗം. അവരിങ്ങനെ പറക്കും. പിന്നെയും ആ മലക്ക് വിളിച്ചു പറയും, ദേ ഇവിടെ പ്രഖ്യാപിക്കാൻ പോവാ, സതഅലമൂനൽ യൗം,
മന്ന സുഹാബുൽ കറം, ഏറ്റവും വലിയ മാന്യന്മാർ. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, അവരാരാണെന്ന് പ്രഖ്യാപിക്കാൻ പോവാ. എല്ലാവരും ആകാംക്ഷയോടുകൂടെ നോക്കാതെ ആരാ രണ്ടാമത്തെ വിഭാഗം. ലിയഖുമുല്ലദീൻ, ഒരു വിഭാഗമാണ് അവരോട് എഴുന്നേൽക്കാൻ പറയും. അവരാരെന്നറിയോ? തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സൂറത്ത് സജ്ദയുടെ 16-ാമത്തെ ആയത്തിൽ പറഞ്ഞ പാതിരാവില് ശരീരത്തിന്റെ താല്പര്യം ഉറങ്ങലാണ്, അത് അവഗണിച്ചുകൊണ്ട് ശരീരം തനിയെ ബെഡ്ഷീറ്റിൽ നിന്നും കിടപ്പറയിൽ നിന്നും മെത്തയിൽ നിന്നും അകന്ന് നിസ്കരിക്കാനായിട്ട് എണീറ്റ് വന്ന ആളുകളില്ലേ, അവരാ രണ്ടാമത്തെ വിഭാഗം. അവരും പറക്കും, സ്വർഗത്തിലേക്ക് പറക്കും. പിന്നെ മലക്ക് വരും, എന്നിട്ട് വിളിച്ചു പറയും സതഅലമൂനൽ യൗമ മൻ അസ്ഹാബുൽ കറം, മാന്യന്മാർ. മൂന്നാമതൊരു വിഭാഗവും കൂടിയുണ്ട്. എല്ലാവരും പ്രതീക്ഷിക്കും, തന്നെയാണോ, അവനെയാണോ, ഇവനെയാണോ, ആരായിരിക്കും ഇനി മൂന്നാമത്തെ വിഭാഗത്തിൽ? ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നവരായവര്. അപ്പോഴുണ്ട് മൂന്നാമത്തെ വിഭാഗത്തെ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലിയഖുമുല്ലദീൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാഹ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ 37-ാമത്തെ ആയത്തിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും നിസ്കാരക്കാരൻ തന്നെയാണ്. ആദ്യത്തേത് സങ്കടത്തിലും സന്തോഷത്തിലും അള്ളാഹുവിനെ സ്തുതിച്ചവര്, രണ്ടാമത്തവര് തഹജ്ജുദിന് നിസ്കരിക്കാൻ എണീറ്റ് വന്നവര്, മൂന്നാമത്തെ നിസ്കാരക്കാരൻ തന്നെയാണ്. മൂന്നാമത്തെ വിഭാഗവും നിസ്കാരമാണ്. കച്ചവടമുണ്ടായിരുന്നു, ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറഞ്ഞേക്കണം. ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉ, കച്ചവടവും ബിസിനസ്സും തിരക്ക് പിടിച്ചു നിൽക്കുമ്പോഴും അവർക്ക് മുടക്കം വന്നില്ല. അല്ലാഹനെ അവർ മറന്നിട്ടില്ല, ദിക്റിന് മുടക്കം വന്നിട്ടില്ല. അതോടൊപ്പം മറ്റൊന്നിനും കൂടി മുടക്കം വന്നിട്ടില്ല. കച്ചവടം ബിസിനസ്സും കൂടി ആ തിരക്ക് കൂടിയപ്പോ നിസ്കരിക്കുന്നതിൽ മുടക്കം വന്നില്ല എന്നല്ല പറഞ്ഞത്, നിസ്കാരത്തിന്റെ ആദ്യ സമയത്തിൽ അത് നിർവഹിക്കുന്നതിൽ മുടക്കം വന്നിട്ടില്ല. കച്ചവടം ബിസിനസ്സും കൂടുന്നതിന്റെ കൂടെ, വർദ്ധിക്കുന്നതിന്റെ കൂടെ. അങ്ങനെ ഉണ്ട് കേട്ടോ, ഒരുപാട് കച്ചവടക്കാരുണ്ട്. ആദ്യ സന്ദർഭത്തിൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ഒരു സഹോദരനെ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജോലി ബസ് ഓടിക്കലായിരുന്നു. ബസ് ഓട്ടുന്ന പണി നിർത്തിയിട്ട് ലോറി ഓട്ടുന്നതിലേക്ക് അദ്ദേഹം മാറി. ഞാൻ ചോദിച്ചു, ഏതാണ് നല്ലത് എന്നും ജോലി ഉണ്ടാവും ബസ്സാവുമ്പോ, എന്നിട്ടെന്താ അത് തെരഞ്ഞെടുക്കാതിരുന്ന്? അപ്പോൾ നിസ്കാരം അതിന്റെ ആദ്യ വക്കത്തിൽ നിർവഹിക്കല് നടക്കൂല, ലോറി ആവുമ്പോ ഓട്ടത്തില് പള്ളി എവിടെ കാണാം, ആ സന്ദർഭത്തിൽ എനിക്ക് ഇറങ്ങാം. അവനവന്റെ ഇഷ്ടമാണ്. ഇത് ഞാൻ ബസ് ഓടിക്കുന്നവരെ ചെറുതാക്കി പറഞ്ഞതല്ല. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് പങ്കുവച്ചതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തെരഞ്ഞെടുക്കുകയും കൂടി ചെയ്തു. ആദ്യ വക്കത്തിൽ നിസ്കരിക്കാൻ ബസ്സിനേക്കാളും എനിക്ക് എളുപ്പം ലോറിയാണ്. അങ്ങനെയുണ്ട് കുറെ ആളുകൾ. അള്ളാഹു കൂലി തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആ രണ്ട് വിഭാഗത്തെ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് പറക്കുന്ന 3 വിഭാഗത്തിൽ 2 വിഭാഗവും നേരത്തെ ഹിസാബ് പൂർണ്ണമായി മഹ്ശറയിൽ നിന്നും സ്വർഗത്തിലേക്ക് പറക്കുന്നവർ 2 വിഭാഗവും നിസ്കാരമാണ്. ഒരു വിഭാഗം ഹംദ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നവർ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോവാൻ നമ്മൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. പഴയ കാലത്ത്, അതായത് ആദ്യ കാലങ്ങളിൽ, ഹബീബിന്റെ ഒക്കെ വരവിന്റെ മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുൻകാല സമൂഹത്തില് ഒരു മഹാൻ ഉണ്ടായിരുന്നു. ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളെ ആ മഹാൻ പഠിച്ചു വെച്ചു. ഇബ്ലീസിന്റെ കുതന്ത്രങ്ങൾ വല്ലാത്ത കുതന്ത്ര പഹയനുള്ളത്. ഇബ്ലീസിന്റെ കുതന്ത്രങ്ങൾ, പൂർവകാലത്ത് ഇബ്ലീസ് മനുഷ്യവേഷത്തിൽ വന്നു. അപ്പോഴുണ്ട് മനുഷ്യവേഷത്തിൽ വന്ന ഇബ്ലീസിനെ ആര് തിരിച്ചറിയില്ല എന്ന് ഇബ്ലീസ് വിചാരിച്ച് ഒരു മഹാൻ തിരിച്ചറിഞ്ഞു. ആ മഹാൻ ഇബ്ലീസിനോട് ചോദിച്ചു, കൈഫ അസ്നഉ ഹത്താ അകൂന മിത്ലക. ഓ ഇബ്ലീസേ, ഓ പ്രിയപ്പെട്ട സഹോദര, അദ്ദേഹത്തോട് പറയാണ്, ഇബ്ലീസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയണത്, ഞാൻ എങ്ങനെയാണ് നിന്നെ പോലെ ആവേണ്ടത്, നിന്നെ പോലെ ആവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്?
ഇബ്ലീസ് ഞെട്ടിപ്പോയി. ഇബ്ലീസേ എന്ന് വിളിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം. അയാളെ വിളിക്കുന്ന അബാ മുറ അങ്ങനെ വിളിച്ചു, ഓരോമന പേര്. ഏതൊരാളുടെ വേഷത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വന്നു, ആ വേഷധാരി ആയി വന്ന ഇബ്ലീസ് ആരെയാണോ അതിലൂടെ സൂചിപ്പിച്ചത് ആ ആളെ തന്നെ ഉദ്ദേശിച്ച് വിളിച്ചതായിരിക്കാം. ആ മഹാൻ ചോദിച്ചു, നിന്നെ പോലെ ആവാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇബ്ലീസ് പറഞ്ഞു, അമായിൻ അറത്താൻ തക്കൂന മിഥിലി, എന്നെ പോലെ ആവാനാണോ നിനക്ക് ഉദ്ദേശം? എന്നെ പോലെ ആവണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇന്നുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. നിനക്കെന്തു പറ്റി? എന്നെ പോലെ ആവാൻ എന്ത് ചെയ്യണമെന്ന് ഇന്നവരെ ഒരാൾ ചോദിച്ചിട്ടില്ല. നിനക്കെന്ത് പറ്റി? നിനക്ക് എന്നെ പോലെ തന്നെ ആവണോ? ഉഹിബ്ബു ദാലിക, എനിക്ക് നിന്നെ പോലെ ആവണം. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, എന്നെ പോലെ ആവണമെങ്കിൽ നിസ്കാരത്തെ ഉഴപ്പിയാൽ മതി, നിസ്കാരത്തിൽ ഉഴപ്പ് കാണിച്ച് നടന്നാൽ മതി, നിസ്കാരത്തെ അങ്ങോട്ട് നിന്ദിച്ചു കളഞ്ഞാൽ മതി, എന്നെ പോലെ ആവാം. വലാ തുബാലി മിനൽ ഹൽഫി സാദിഖ ഔ കാദിബ, ഒരു കച്ചവടം ചെയ്യുമ്പോൾ കള്ളസത്യം പറയാൻ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു വാക്ക് തർക്കം ഉണ്ടാവുമ്പോൾ കള്ളസത്യം ചെയ്യാൻ ഒരു മടിയും വേണ്ട, എന്നെ പോലെ ആവാൻ അത് മതി. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ആ മഹാൻ പറഞ്ഞു, ഇബ്ലീസിനോട് പറഞ്ഞു, എന്നാ ഈ രണ്ട് കാര്യം എനിക്ക് പറ്റൂല. എന്തുകൊണ്ടാന്നറിയോ? നിന്നെ പോലെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന ഈ രണ്ട് കാര്യം ചെയ്യാൻ എനിക്ക് പറ്റൂല. നിസ്കാരത്തെ ഒഴിവാക്കാനും പറ്റൂല, നിസ്കാരത്തിൽ ഉഴപ്പ് കാണിക്കാനും പറ്റൂല, കള്ളസത്യം ചെയ്യുന്നതിൽ ഒരു മടിയില്ലാത്ത അവസ്ഥ. ഇത് രണ്ടും ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ സത്യം ചെയ്തു പോന്നേക്കണേ. അള്ളാഹുവിനോട് ഞാൻ വാക്ക് കൊടുത്തത്, എന്റെ നിസ്കാരത്തിൽ ഞാൻ ഒരു ഉഴപ്പും കാണിക്കില്ല, എന്റെ നിസ്കാരത്തിൽ ഞാൻ കച്ചറ കാണിക്കില്ല. എന്തായാലും പറയാ, നിസ്കാരത്തിൽ ഞാൻ എന്റെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നിസ്കാരത്തിൽ ഊടായ്പ് കാണിക്കാന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അങ്ങനെ ഞാൻ കാണിക്കില്ല, റബ്ബിനോട് ഞാൻ ചെയ്ത വാഗ്ദാനം. അതോടൊപ്പം തന്നെ ഞാൻ കള്ളസത്യവും ചെയ്യില്ല. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ താങ്കൾ അങ്ങല്ലാത്ത മറ്റൊരാളും എന്റെ ഈ കുതന്ത്രത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. സാക്ഷാൽ ഇബ്ലീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിസ്കാരത്തെ ഉഴപ്പ് കാണിക്കാൻ പ്രേരിപ്പിക്കുന്നു, കള്ളസത്യം ചെയ്യാൻ ഞാൻ പ്രേരിപ്പിക്കുന്നു. ഈ രണ്ട് കാര്യത്തിൽ നന്നാവാൻ വേണ്ടി ഒരു മനുഷ്യനെ ഞാൻ തമാശക്ക് പോലെ ഇന്ന് വരെ ഉപദേശിച്ചിട്ടില്ലെന്ന് ഇബ്ലീസ് പറഞ്ഞു. ഇത് എന്റെ ട്രിക്ക് ഇതാണ്, താങ്കൾ അത് കണ്ടുപിടിച്ചിട്ട് തന്നെയാണല്ലോ എന്നോട് ചോദിച്ചതെന്ന് പൂർവിക സമുദായത്തിൽപ്പെട്ട ആ മഹാന്റെ മുന്നിൽ ഇബ്ലീസ് പരാജയം സമ്മതിച്ചു എന്ന് മഹാന്മാർ രേഖപ്പെടുത്താം. അങ്ങനെയാണ് വെയിലും നിലാവും നോക്കി ജീവിച്ച മഹാന്മാരെ അഭിനന്ദിച്ചിട്ടുണ്ട് പരിശുദ്ധ പ്രമാണങ്ങളിൽ. വെയിലും നിലാവും എന്ന് പറഞ്ഞാൽ എന്താ? വെയിലും നിലാവും, വെയിലെന്ന് പറഞ്ഞാൽ വെയില് പകല്, അതായത് വെയില് സൂര്യനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണല്ലോ ഒരു ദിവസത്തെ നിർണയിക്കുക. നമ്മുടെ നിസ്കാര കണക്ക് മുഴുവനും നിഴലും സൂര്യനുമാണ്. പിന്നെ ചന്ദ്രനെ നോക്കിയതെന്താ? നിലാവ് നോക്കിയതെന്താ? അത് മാസം, ആയുസ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ. ഇങ്ങനെ ജീവിച്ച കുറെ ആളുകളുണ്ട്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും വലിയ മഹാന്മാരാണെന്നറിയോ? അക്രമുൽ ഇബാദില്ലാഹി അലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള, അള്ളാഹ് ബഹുമാനിച്ച ഏറ്റവും വലിയ മഹാന്മാരായ അള്ളാഹിന്റെ അടിമകൾ. അല്ലദീൻ യുറാഊന അശ്ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവർ പരിഗണിച്ചിരുന്നു, വെയിലും നിലാവും പരിഗണിച്ചിരുന്നു. ഖാലൂ യാ അബൂ ദർദാ, എന്തായി പറഞ്ഞത്? വെയിലും നിലാവും പരിഗണിച്ചു എന്ന് പറഞ്ഞെന്താ? അൽ മുഅദ്ദിനൂൻ, വാങ്ക് വിളിക്കണ മുക്രിമാരെ പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ വാങ്ക് കേൾക്കാൻ മഗ്രിബിന്റെ ആ വാങ്കും നിസ്കാര സമയമൊക്കെ വെയില് തീരലാണ്. ളുഹറ് വെയില് നല്ല നട്ടുച്ച നേരത്ത് വരലാണ്. സുബഹി വെയില് തെളിയൽ ഖളാ ആവലാണ്. അസ്ർ ഇതെല്ലാം പള്ളിയിലെ മുഅദ്ദിൻ നിഴല് നോക്കി വാങ്ക് വിളിക്കുന്നതിനെ സൂക്ഷിച്ചിരുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മുന്നിൽ പരിഗണിക്കപ്പെടുന്നവർ, ഏറ്റവും വലിയ ബഹുമാനികൾ,
കുല്ലു മൻ യുറാഇ വഖതസ്സലാത്തി മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിൽ നിസ്കാരത്തിന്റെ വഖത്തിനെ നോക്കിയിരിക്കുന്നവരെ അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിച്ചിട്ടുണ്ടെന്ന് മഹാനായ അബൂദർദ. കണ്ടിട്ടില്ലേ കുറെ കാരണവന്മാര് ഇങ്ങനെ നോക്കിടക്കിടക്ക് അവരുടെ കയ്യിൽ ഇങ്ങനെ പഴയ കാലത്തെ കീ കൊടുക്കുന്ന വാച്ചുണ്ടാവും, എന്തിനുണ്ടോ അങ്ങനെ നോക്കും. മഗ്‌രിബിന്റെ സമയം അവരുടെ വർത്താനം മഗ്‌രിബ് ആവാനായിട്ടോ അസ്റാവാനായിട്ടോ ആവും, അങ്ങനെ അവർ അതിൽ തന്നെ ചിന്തിച്ച് അതിൽ മാത്രം അവരിടക്കിടക്ക് ഇങ്ങനെ നോക്കും, എത്ര ആവാനുണ്ട്, എത്രയോ നേരത്തെ അവർ തയ്യാറാവുന്നു. ഈ രീതിയിലുള്ള കുറെ ആളുകൾ അവർ ആരാണ്? നമ്മുടെ കണ്ണിൽ, നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ വീക്ഷണത്തിൽ അവർ കുറഞ്ഞവരാ, പക്ഷെ അള്ളാഹുവിങ്കിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നവരാണ് അവരെന്ന് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരാൻ നിസ്കാരത്തെ ഒന്ന് അറിഞ്ഞു പിടിക്കണേ. നമ്മൾ ചെയ്തു കൂട്ടുന്ന ഈ നിസ്കാരങ്ങൾ മുഴുവൻ അപാകതകൾ നിറഞ്ഞതാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ നിർവഹിച്ചു കൂട്ടുന്ന നിസ്കാരങ്ങൾ അപാകതകൾ നിറഞ്ഞതാണ്. ഒന്ന് സൂക്ഷ്മമായി അതേക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. നമ്മൾ നിർബന്ധമായും സമർപ്പിക്കേണ്ട ഒരു ലോഹർ ഇന്ന് ലോഹർ നിസ്കരിച്ചാൽ ആ ഇന്നത്തെ ലോഹറിന്റെ ചാൻസ് ഇന്ന് കഴിഞ്ഞു. അത് അപാകതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരിഹാരമുണ്ടോ? ഒരു ചെറിയ പരിഹാരമൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. അപാകതകൾ ഒഴിവായ ഒരു നിസ്കാരമാണ് എന്റെ നിസ്കാരം എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ്, ഇമാം തുർമുദി അബൂദാവൂദൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസ്. ആദ്യത്തെ ഹിസാബ് നിസ്കാരം രക്ഷപ്പെട്ടാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിസ്കാരം രക്ഷപ്പെട്ടാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, പരിപൂർണ വിജയം. നിസ്കാരം പരാജയപ്പെട്ടാൽ പരിപൂർണ പരാജയം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിൽ കുറവുകളുണ്ട്, ഒരാൾ നിസ്കരിച്ചിട്ടുണ്ട്, കുറവുകളുണ്ട്. ആ സമയം അള്ളാഹു അവന്റെ മലക്കുകളോട് പറയും, നമ്മൾ നിസ്കരിച്ച കുട്ടിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഖാലല്ലാഹു തആല ലി മലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളോട് പറയും, മലക്കുകളെ, എന്റെ ഈ അടിമയുടെ നിസ്കാരത്തിൽ കുറവുകളുണ്ട്, ശരി തന്നെ, വല്ല സുന്നത്ത് നിസ്കാരവും മൂപ്പര് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചേ. ഉണ്ടെന്ന് പറഞ്ഞാൽ ഫാത്തിമുൽ ഫരീദത മിനത്ത് തതവ്വു, സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം വെച്ചുകൊണ്ട് ഫർദിനെ നിങ്ങൾ പരിഹരിക്കണം, പരിപൂർണമാക്കണം എന്ന് അല്ലാഹു മലക്കുകളോട് നിർദ്ദേശം കൊടുക്കും. വഇൻ തമ്മ ജറാ ജമീഉൽ അഅമാലി അലാ ഹിസാബി ദാലിക്, എല്ലാ അമലും ഇതുപോലെ സുന്നത്തുകളെയും കൂടി പരിഗണിച്ചിട്ടാണ് അതിന്റെ നിർബന്ധിതമായ ഭാഗത്തിന്റെ അപാകതകളെ പരിഹരിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ നിസ്കാരം ഒരു ഭാരമായി കാണാതെ നിസ്കാരത്തെ ആഗ്രഹമായി കൊണ്ടു നടക്കാൻ അതിലേക്കൊരു പഠനം വേണം, അതിലേക്കൊരു ഒരുക്കം വേണം, അതിലേക്കൊരു താല്പര്യം വേണം, അതിലേക്കൊരു സ്നേഹം വേണം, ഒരു ഇഷ്ടം. ജീവന്റെ ജീവനായ അവസാന സമയം വരെ ഈ ബുദ്ധിയും തലച്ചോറും ഈ ഓർമ്മശക്തിയും ഒക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം നീ എത്ര തളർന്ന് കിടന്നാലും നിനക്ക് നിസ്കാരം ഒഴിവല്ലടോ, നിന്റെ റൂഹിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അള്ളാഹു നമുക്ക് ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ അതിന്റെ നിർബന്ധിതയിൽ നമുക്ക് അലിഞ്ഞു ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹിന്റെ ഒരു തൗഫീഖും സഹായവും ഇല്ലെങ്കിൽ പോയി. അതുകൊണ്ട് നിസ്കാരത്തിന് ഫർദിന്റെ അപാകതകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം മതത്തിൽ തന്നിട്ടുള്ളത് റവാത്തിബ് സുന്നത്തുകൾ അത് ചെറുതായി കാണാതിരിക്കലാണ്. റവാത്തിബ് സുന്നത്ത് ആകെ 22 റക്അത്താണ്. പലപ്പോഴും പറയാറുള്ളതാണ്, ആകെ 22 റക്അത്താണ്. അതില് ഏറ്റവും ശക്തമായ സുന്നത്ത് 10 റക്അത്താണ്. നമ്മുടെ 17 റക്അത്ത് ഫർദ് നിസ്കാരത്തിൽ അതിനോടനുബന്ധമായി വരുന്ന റവാത്തിബ് സുന്നത്ത് ആകെ 22 റക്അത്താണ്. ആ 22 നിസ്കരിച്ചു പോരുന്ന ശീലം ഉണ്ടെങ്കിൽ നിസ്കാരത്തിൽ ഫർദിൽ വരുന്ന കുറവുകൾ പരിഹരിക്കപ്പെടും. 22 നിസ്കരിക്കുന്നില്ലെങ്കിൽ വേണ്ട, അതിൽ മുഖ്യമായ 10 റക്അത്ത് ഉണ്ടായിരിക്കണം. ഞാൻ വേഗം പറയാം. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ ഈ റവാത്തിബ് സുന്നത്തുകളെ സവിസ്തരം പറയുന്നുണ്ട്. വേഗം പറയാം. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 4 റക്അത്ത്, അസ്റിന് മുമ്പ് 4, മഗ്രിബിന് മുമ്പ് 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2, ഇശാഇന്റെ ശേഷം 2,
സുബഹിക്ക് മുമ്പ് 2, അങ്ങനെ ആകെ 22. ഒന്നുകൂടി പറയാം. ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 4, അപ്പൊ 8ആയി. അസറിന് മുമ്പ് 4, 12ആയി. മഗ്രിബിന് മുമ്പ് 2, 14ആയി. മഗ്രിബിന് ശേഷം 2, 16ആയി. ഇശാഇന്റെ മുമ്പ് 2, 18ആയി. ഇശാന് ശേഷം 2, 20ആയി. സുബഹിക്ക് മുമ്പ് 2, 22ആയി. ഇതാണ് റവാത്തിബ് സുന്നത്തുകൾ. ഇതിൽ ഏറ്റവും ശക്തമായത് 10 റക്അത്താണ്. ആ 10 റക്അത്ത് ഈ പറയപ്പെട്ടതിൽ നിന്നും സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, അപ്പൊ 6ആയിട്ടോ. സുബഹിയുടെ മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, 6ആയി. മഗ്രിബിന് ശേഷം 2, 8ആയി. ഇശായുടെ ശേഷം 2, 10ആയി. റവാത്തിബ് സുന്നത്തുകളെ ചേർത്ത് പിടിച്ചാൽ ഫർളിന്റെ കുറവുകൾ, ഫർള് നിസ്കാരത്തിന്റെ കുറവുകൾ പരിഹരിക്കാം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അമൽ ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്.